ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ 8 നോയമ്പിലെ 6-ാം ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ അമ്മ നമ്മളെ കർത്താവിലേക്ക് ചേർത്ത് വെച്ചതുപോലെ, നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി കർത്താവിന് മുമ്പാകെ മാധ്യസ്ഥം വഹിച്ചതുപോലെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളെ അമ്മയിലോട് ചേർത്ത് വെക്കണം, ഈശോയിലേക്ക് ചേർത്ത് വെക്കണം. അതുപോലെ നമ്മളും ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ഭൂമി കടന്നു വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ആരും ധനവും സ്വത്തും ഒരുപാട് ഈ ഭൂമിയിലേക്ക് നിക്ഷേപം നിറച്ചു വയ്ക്കാൻ വേണ്ടി ഒന്നും ആരും ഇവിടെ കടന്നു വന്നിട്ടില്ല. നമ്മുടെ കർത്താവായ യേശുമിശിഹാ വചനത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഈ വച്ചിരിക്കുന്ന നിക്ഷേപമെല്ലാം ആർക്ക് വേണ്ടിയാണ്? ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ ഇതെല്ലാം ആരുടേതാണ്? അതുകൊണ്ട് ഭൂമിയിൽ നിക്ഷേപം കെട്ടിവെക്കാതെ സ്വർഗത്തിൽ അത് കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ എല്ലാം ജീവിതം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിതമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കുക, ക്രിസ്തു പഠിപ്പിച്ച കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ അത് അതേപോലെ നമ്മൾ പാലിക്കണം. അമ്മയായ മാതാവ് ക്രിസ്തുവിന്റെ വചനം അതേപോലെ പാലിച്ചുകൊണ്ടാണ് അമ്മയായ മാതാവ് ഇന്ന് ലോകത്തിന്റെ അമ്മയായി തീർന്നതും, ഇന്ന് ലോകം മുഴുവനും 8 നോയമ്പ് ആചരിച്ചുകൊണ്ട് 15 നോയമ്പ് ആചരിച്ചുകൊണ്ട് എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും അമ്മയുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട്, അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, നിർമ്മലമായ കന്യകേ അമ്മേ, നീ ഭാഗ്യവതിയാണ്, നീ അനുഗ്രഹവതിയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഇപ്പോൾ കർത്താവിൻ്റെ അമ്മയാണ് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മ നമ്മളെല്ലാവരും സത്യവും അനുഗ്രഹവും കാണിച്ചതുപോലെ നമ്മളും 8 നോയമ്പിൽ എല്ലാത്തിനോടും സത്യസന്ധതയും നമ്മൾ പ്രാർത്ഥനയോടെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഈശോ നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ 8 നോയമ്പിൽ നമ്മൾ പ്രത്യേകമായി ഒരു തീരുമാനം എടുക്കാം. അമ്മ ഈശോയുടെ അടുത്തായിരിക്കുന്നത് പോലെ നമ്മളും ഈശോടൊപ്പം ആയിരിക്കാം. അമ്മ നിരന്തരമായി ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കട്ടെ. ഈ 8 നോയമ്പ് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.